കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാവരും കാത്തിരുന്ന ഒരു കാര്യമാണ് ഇത്. കണക്ക് ശ്രീനന്ദയ്ക്ക് യഥാർത്ഥത്തിൽ എന്തോ പറ്റിയെന്ന് അറിയാൻ വേണ്ടി ഒരുപാട് പേര് കാത്തിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതേ കണക്കുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം എന്തെങ്കിലും പറയാൻ പറ്റുമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിലുണ്ടെങ്കിൽ ആ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് പല തിയറീസും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് തട്ടിക്കൊണ്ട് പോയതിന് ശേഷമാണ് ഇട്ടതെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് മലയുടെ മേലിൽ നിന്ന് വീണതിനെ തുടർന്നുള്ള പരിക്കുകളെ തുടർന്നാണ് കുട്ടി മരണപ്പെട്ടതെന്നുള്ളൊരു കാര്യമാണ് ഇതുവരെ ഉണ്ടെങ്കിൽ വെളിയിൽ വന്നിരിക്കുന്നത്. വേറെ ഒരു അസ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യങ്ങളും അതിനകത്ത് നടന്നിട്ടില്ല. പിന്നെ തട്ടിക്കൊണ്ടുപോയി അങ്ങനെ അങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതിനുള്ള ഒരു തെളിവുകളും ഇല്ല. എന്നിരുന്നാലും കുറച്ച് ഇതേ കണക്കത്തുള്ള തിയറീസോ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോഴും പോകുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇനി സെർച്ച് ചെയ്താലേ അറിയത്തുള്ളൂ. എന്തായിരുന്നാലും ആ കുട്ടിയെ ആരും ഉപദ്രവിച്ചില്ല എന്നുള്ള രീതിയിലുള്ളൊരു കാര്യം ഉറപ്പായിട്ടുണ്ട്. എന്തായിരുന്നാലും അവിടെയൊക്കെ നടന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം അത്ഭുതമായിട്ട് കണ്ടപ്പോൾ അങ്ങോട്ടങ്ങനെ ഓടിപ്പോയ വഴിക്ക് അങ്ങനെ തെന്നി വീണതാവാനും പല സാധ്യതകളും ഉണ്ട്. നമുക്കെന്തായാലും അറിയത്തില്ല. എന്തായാലും ഒരു കുട്ടിയുടെ ജീവൻ പോയത് വളരെയധികം വിഷമമുള്ളത് തന്നെയാണ്. ഫാമിലിയായിട്ട് ടൂറിന് പോയതാണ്. ഒടുവിൽ ഇങ്ങനെ തീരേണ്ടി വന്നത് ഭയങ്കര കഷ്ടമായിട്ടുള്ളൊരു കാര്യമായി പോയി.